കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയ സ്ഥലം നല്ല സ്ഥലം. അത് നല്ല സ്ഥലല്ലേ? ഉം. ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോ ഒരു പയ്യനായിട്ട് ഇഷ്ടത്തില്ലേ. അത് നീയാ? അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നില്ലാണ്ട് കോളേജ്. അത് ശരി. എന്നിട്ട് നമ്മള് നല്ല അടിച്ചു പൊളിച്ച് മറ്റേ എല്ലാം കഴിഞ്ഞ തന്നെ പറയാലോ. കോളേജിൽ പഠിക്കുമ്പോ നീയാ? നിന്നെ കണ്ട അങ്ങനെയൊന്നും പറയില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. എന്നാ പിന്നെ നിനക്ക് ആ പയ്യനെ തന്നെ കിട്ടിയാ പോരെ? അതല്ലേ രസോ. ഞാൻ കോളേജും കഴിഞ്ഞ് പുറത്ത് ജോലി കിട്ടിയിട്ട് പോയി. ആരവനാ? അപ്പൊ പിന്നെ അതിലും കുറച്ച് വിളിച്ച്, പിന്നെ വിളിയൊന്നുമില്ല. അപ്പൊ അന്നെ ഇപ്പൊ ഇങ്ങനെ എന്റെ കല്യാണം ആലോചിച്ചിട്ട് ഒരാള് വന്നത്. കല്യാണം ആലോചിച്ചിട്ട് ഒരുപാട് ആള് വന്നല്ലോ. കൊറേ ആള് വന്നേ, നല്ലൊരാള്. അയാളുമായിട്ട് കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ് നീ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? എടുത്ത് അങ്ങ് തോക്കരി വെടിവെക്കില്ലാന്ന്. പെട്ടെന്ന് പറഞ്ഞു തീർന്നു. പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് സമയമില്ലാതുകൊണ്ടാണ്. പറഞ്ഞോ. അപ്പൊ ഇത് സമയം എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പൊ പിന്നെ ഇത് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടില് വന്നു. ഒരു മാസത്തെപ്പോഴാണ് സംഗതി മാറിയത്. അങ്ങനൊക്കെ ഒരു അനിയനും കൂടി ഉണ്ട്. അങ്ങനെ അനിയെ നാട്ടിൽ വന്നു. നാട്ടില് വന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയില്ലേ. ഞാന് കോളേജിൽ നിന്ന് സ്നേഹിച്ച പയ്യൻ. നിന്റെ കൂടെ പഠിച്ച് നീ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ ചങ്ങയ്യ? ഇപ്പൊ ഞാൻ പെട്ടത്. അവന്റെ ഏട്ടനാണോ നിന്നെ കെട്ടിയിരിക്കുന്നത്? അപ്പൊ ഇവൻ പുറത്തായതുകൊണ്ട് ഇവന് ഞാനാന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. ഞാനും എനക്കും അറിയില്ല ഇവന് അങ്ങനെ അനിയെന്ന്. അങ്ങനെ കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ അനിയൻ നാട്ടിൽ വന്ന് എല്ലാം കൂടി ആ സംഗതി അൽക്കുത്തായി. അല്ല, അപ്പൊ നിങ്ങള് ഇത് ഒരുമിച്ച് പഠിച്ചാന്നല്ലോ ചേട്ടനോട്? അങ്ങനെ പറയാൻ പറ്റുമോ? അവനും പറഞ്ഞില്ലേ? അവനും പറഞ്ഞിട്ടില്ല. എന്നെ കണ്ടപ്പോ അവനും ഞെട്ടി, ഞാനും ഞെട്ടി. ചെയ്യും കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ എനിക്ക് പിന്നെ അങ്ങേരുമായിട്ട് അത്ര വലിയ ഇതൊന്നും ഇല്ല. ഞാന് ആദ്യം എനിക്ക് മനസ്സിലുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നു. ഇങ്ങനായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാതെ ഞാൻ പിന്നെ നോക്കിയ ഇപ്പൊ ഞാന് ഇവനെ എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ എന്റെ അടുത്ത് വരും, കോണ്ടാക്റ്റിൽ ഓർമ്മിപ്പിക്കും. പിന്നെ നമ്മള് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. എങ്ങനെ ഇപ്പൊ ആ വീട്ടിൽ പ്രശ്നാവൂലേ? അങ്ങനെ ഇതൊന്നും അറിയില്ല. ഇങ്ങനെ ഞാൻ സ്നേഹിച്ച് ഇവനാ വയ്യെന്നൊന്നും അറിയില്ലല്ലോ. അവരും പറഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ ചോദിച്ചത്, ഞാൻ പറയുന്നേ, അപ്പൊ ഇയാള് പുറത്തു പോയാല് ഇപ്പൊ ഇവൻ വീട്ടിൽ തന്നെയാ? ലീവിന് വന്നോണ്ടാ? ലീവിന് വന്ന് അപ്പൊ ഇവന് കുറച്ച് മാസം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എന്നാലും ജോലിക്ക് പോകും. പിന്നെ അമ്മയില്ല, അച്ഛനല്ലേ ഉള്ളു. അച്ഛൻ ജോലിക്ക് പോകും, ഇവനല്ലേ ഉണ്ടാവും. അപ്പൊ നിങ്ങള് വീണ്ടും പഴയ പരിപാടി തുടങ്ങി. അപ്പം അത് മോശമല്ലേ? അപ്പൊ നീ ശരി, പകല് അനിയനും രാത്രി ചേട്ടന്റെ കൂടെയാ? ചേട്ടന്റെ കൂടെ അധികം ഒന്നുമില്ല, അനിയൻ തന്നെ. അങ്ങനെ
എനക്ക് മറക്കാൻ പറ്റണ്ടേ. ഞാൻ പിന്നെ ഇനിയിപ്പോ ഏട്ടനോട് പറയാനും പറ്റൂല. ആ നേരെ നിങ്ങൾ രണ്ടും കൂടിയിട്ട് അയാളെ ജീവിതം കളയല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അല്ല പണ്ടേ അവനുമായിട്ട് ഇതുള്ളതുകൊണ്ട്. അല്ല എന്തിനാലും നീ ഇപ്പൊ അവന്റെ ചേട്ടന്റെ ഭാര്യയില്ലേ, അപ്പൊ നിങ്ങൾ രണ്ടാളും ഈ അനിയന് നീയും പഴയ കളി തന്നെ ഇപ്പൊ തുടങ്ങുക ചെയ്തേ. അല്ല ഒന്നുമില്ല അപ്പൊ അത് മോശമല്ലേ എന്ന് പറയാ ഞാൻ. അങ്ങനെ അത് നിങ്ങൾ രണ്ടാളും അത് മനസ്സിൽ വെച്ചിട്ട് അനങ്ങാണ്ട് നിൽക്കുകയല്ലാണ്ട്. താല്പര്യം അപ്പൊ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ഇയാള് വരുമ്പോ കുറച്ച് കുറവാ. കുറച്ച് കുറവാന്ന് പറഞ്ഞാല് അങ്ങേരുടെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോ അങ്ങേർക്ക് സംശയം വരൂലേ? അങ്ങനെയൊക്കെ ഇടക്കുണ്ടാവുമല്ലോ, രണ്ടാളെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അത് പറ്റുമോ നിന്നെ കൊണ്ടുവന്നേരോ? പറ്റും. തിരിച്ചു പറ, നീ കേൾക്കുന്നില്ല. നീ പറയുന്ന കഥ കേൾക്കാൻ ഞാനിടുന്നില്ലേ? അല്ല അത് ഞാനിപ്പോ പറ്റും, എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. എന്നെങ്കിലും മറ്റേ നിന്റെ ഭർത്താവിന് മനസ്സിലായ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകാനാ? എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇടപെടുന്ന കണ്ടു കഴിഞ്ഞാല് ഉണ്ടല്ലോ പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ചോദിക്കുക ഞാൻ. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനപ്പോ പറയൂ, അനക്ക് ഇവരെ മതിയെന്ന് പറയും. ഇനിയിപ്പോ അങ്ങനെ പറയുമ്പോ ചളകുളായി മാറൂലേ? പിന്നെ രണ്ടാളെയും ഒരുമിച്ച് കൊണ്ടുപോവാന്നല്ലാതെ പിന്നെന്താ? അപ്പൊ ഈ ലീവിന് വന്ന ചങ്ങാതി ഇനിയിപ്പം തിരിച്ചു പോകൂലേ? അതിനെ തിരിച്ചു പോകുന്ന എനിക്ക് തോന്നില്ല. അല്ല, നീ ചോദിച്ചില്ലേ ഇത്രയും കാലം പിന്നെ എന്നിട്ട് അവൻ കോണ്ടാക്ട് ചെയ്യാൻ? അവൻ നിന്നെ ഒഴിവാക്കി മുങ്ങിയതായിരിക്കും. വന്നപ്പോ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി. അവന് ജോലി കിട്ടിയപ്പോ അങ്ങ് പോയി. പിന്നെ ഞാനാന്നറിയില്ലല്ലോ ഏട്ടൻ കഴിക്കുന്നത്. അവന് ചിലപ്പോ ഇതൊരു ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അവന് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് അറിയില്ല. നീയൊന്നും അവനതെല്ലാം അറിഞ്ഞ് കണക്കൂട്ടിയിട്ടായിരിക്കും ലീവിന് വന്നിട്ടുണ്ടാവും. അവന് മനസ്സിലായാലും എനിക്കിനി അവനെ വിടാനും പറ്റില്ല. അപ്പൊ നീ രണ്ടാളെയും വെച്ച് മുന്നോട്ട് പോകേണ്ട പരിപാടിയാ? രണ്ടാളായാലെന്താ, മോശമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവുക. പക്ഷെ അത് പുറത്താരും അറിയാനും പാടില്ല, ഇയാള് തീരെ അറിയാനും പാടില്ല. അതോടെ തീരുമല്ലോ കേട്ടാ. അങ്ങനെ അറിയുന്നില്ല, നാളെ ഈ പകലല്ലേ. ശരി, അനിയൻ പകലും ചേട്ടൻ രാത്രിയും അല്ലേ? അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ അനിയൻ തന്നെയാട്ടോ. അത് ശരി. അതല്ല, ഈ കളിയില്ല, പരിപാടിയില്ല. ആ വ്യത്യാസം അങ്ങനെ തന്നെയാ. പറയുമ്പോൾ പണ്ടേ നിങ്ങള് ഒരുമിച്ച് കളിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ഞാന് അറിയുന്നില്ല, മറ്റേ സ്മാർട്ടാ, മറ്റേ ബോഡി ഇതെല്ലായിട്ട്. സ്മാർട്ട് ഇനിയിപ്പോ ചേട്ടൻ അറിയുമ്പോ ആണ് പ്രശ്നമാവുക. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഏട്ടനെ അനിയനെ ഒരുമിച്ച് കൊണ്ടുപോകും, അത്രയും. ഐഡിയ ഒന്നും മോശമില്ല, നല്ല ഐഡിയ തന്നെ. ഇനിയിപ്പോ ഇവൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോ ഏട്ടൻ ചോദിക്കൂലേ, അതാ അവൻ തിരിച്ചു പോകാതെ അവനുണ്ടേക്ക് അവനെന്താ പറയാ? അവനെന്തെങ്കിലും പറയായിരിക്കും, ജോലി കൊള്ളൂലെന്നോ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഇരിക്കും. ഞാൻ ഇത് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതന്നെയല്ലേ ഞാൻ പറയുന്നു. എനിക്ക് പെട്ടത് ചേട്ടനാണല്ലേ? എനിക്ക് പെട്ടത് ഞാനാണ് പറയുന്നത്. എല്ലാ പെട്ടത് ചേട്ടനാ.
നീ അത് നല്ല ഗോൾഡൻ ചാൻസ് ആയിട്ടല്ലേ എടുക്കുന്നത്. എനിക്ക് ഗോൾഡൻ ചാൻസ് തന്നെയാണ്. അത് ശരി. ഞാൻ ആദ്യം കണ്ട ഒരാളെ കിട്ടുമെന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങള് വീട്ടില് ഫുൾ ടൈം, അപ്പൊ ഉച്ചക്ക് ഫുൾ ടൈം കളി തന്നെയാ? വീട്ടിലാരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ കണ്ടെന്ന് തന്നെ ഉണ്ടാവുമല്ലോ. ആ ഒരു രസം. അല്ല, അവനെന്നിട്ട് എന്താ പറയുന്നത്? അവന് ഇതിനെ പറ്റിയൊരു കുറ്റബോധമൊന്നുമില്ല ചേട്ടന്റെ? ഇപ്പൊ നീ ശരിക്ക് അവന്റെ ചേട്ടത്തിയല്ലേ? അവരെ വീട്ടിൽ നിന്നില്ല. പിന്നെ ആദ്യം കണ്ടതല്ലേ എന്നെ പഠിക്കുമ്പോ മുതലേ പരിചയമുള്ളതല്ലോ. എന്തിനാ കഴിക്കണ്ട പെണ്ണിനെ ചേട്ടൻ വന്ന് കഴിച്ചത് അവനെന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും മനസ്സിൽ. ആർക്ക്? ഇവനാ? അവൻ നിന്നെ ദേശമായി നന്നായി കളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമ്പോ അവനവിടുന്ന് മുങ്ങും കേട്ടോ. അങ്ങനെ ഉണ്ടാകാൻ പോണെ. അങ്ങനൊന്നുമില്ല. സൂക്ഷിച്ചാ എനിക്ക് നല്ലേ. അങ്ങനൊന്നുമില്ല. ഭരിക്കാ. പിന്നെ അത്ര ഇതാങ്കിലും നിന്നെ കോണ്ടാക്ട് ചെയ്യണ്ടല്ലേ മുമ്പ് വെച്ചിട്ട്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നീ അവനോട് ചോദിച്ചിട്ടാ? അതാ പറയും, ഇപ്പൊ അവന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് ആണ്. നിന്റെ നമ്പർ മാറി എന്നെ വിളിച്ചിട്ട് എല്ലാം ചുമ്മാ പറയുന്ന കേട്ടോ. നീ ചേട്ടന് അനിയനും ഒരുമിച്ച് കളിക്കാൻ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ അങ്ങ് പോട്ട്. എന്തായാലും ഞാൻ അങ്ങനെ പോട്ട്. ഓക്കെ.